കൊല്ലം കുളത്തൂപ്പുഴ ട്രൈബൽ സ്കൂളിൽ മോഷണം നടത്തിയ പ്രതികൾ അറസ്റ്റിലായി. പ്രദേശവാസികളായ അനന്തുരാജ്, ബിനു എന്നിവരാണ് പിടിയിലായത്. 1 ലക്ഷം രൂപയോളം വില വരുന്ന വസ്തുക്കളാണ് പ്രതികൾ മോഷ്ടിച്ചത്. മോഷ്ടിച്ച സാധനങ്ങൾ ദിവസങ്ങൾ കഴിഞ്ഞ് പ്രതികൾ തന്നെ തിരികെ വെച്ചിരുന്നു. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ലിജോ, ഇപ്പോൾ ആരൊക്കെയാണ് പിടിയിലായത്? ഡിസംബർ 28-നാണ് കുളത്തൂപ്പുഴയിലെ ട്രൈബൽ സ്കൂളിൽ ഇത്തരത്തിൽ ഒരു മോഷണം നടക്കുന്നത്. അതായത് ഈ അവധി സമയമായിരുന്നു. ആ സമയത്താണ് സ്കൂളിന്റെ ആ ഗ്ലാസും മറ്റുമൊക്കെ തകർത്തുകൊണ്ട് സ്മാർട്ട് ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്ന ആംപ്ലിഫയറും മൈക്കും സ്പീക്കറുകളുമൊക്കെ മോഷണം പോയത്. ഏകദേശം 1 ലക്ഷത്തോളം രൂപ വില വരുമെന്നുള്ളതാണ് PTA-യിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്തരത്തിലൊരു പരാതിയാണ് കുളത്തൂപ്പുഴ പോലീസിന് നൽകിയത്. ഈ പരാതി നൽകി അന്വേഷണം നടക്കുന്നതിന് പിന്നാലെ തന്നെ ദിവസങ്ങൾ ഏകദേശം 5-6 ദിവസം കഴിയുമ്പോൾ തന്നെ ഈ വസ്തുക്കളെല്ലാം ഒരു ദിവസം പെട്ടെന്ന് സ്കൂളിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നതാണ് ആ ദൃശ്യങ്ങൾ ഉള്ളതും. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണം, അതായത് അപ്പോൾ തന്നെ പോലീസിനൊരു സംശയം ഉണ്ടായിരുന്നു. പ്രദേശവാസികളായിട്ടുള്ള ആരോ തന്നെയാണ് ഇതിന് പിന്നിലെന്നുള്ള കാര്യം പ്രദേശവാസികളെ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലൊക്കെ സംശയം തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് ബിനുവിനെയും അനന്തു രാജിനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. അവരുടെ മൊഴികളിലുള്ള വൈരുദ്ധ്യമൊക്കെ സംബന്ധിച്ച് ചോദ്യം ചെയ്യലിൽ അവരൊടുവിൽ കുറ്റം സമ്മതിച്ചു. മാത്രമല്ല, പ്രതികൾ ഒരാളിൽ നിന്നും മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ അതിൽ ഈ വസ്തുക്കളുടെയൊക്കെ വിൽക്കാനുള്ള ഒരു ശ്രമം നടത്തി വിലയൊക്കെ പലരോടും വിലപേശിയതായിട്ടൊക്കെയുള്ള തെളിവുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഫിംഗർ പ്രിന്റ് പരിശോധനയും അത് ഈ പ്രതികളുടേതാണെന്ന് മാച്ച് ആവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ എന്തായാലും കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തത്. എന്തായാലും ട്രൈബൽ സ്കൂൾ വളരെ ബുദ്ധിമുട്ടിൽ പ്രവർത്തിക്കുന്നതാണ്. PTA മറ്റുമൊക്കെ ചേർന്നുകൊണ്ട് ഈ സ്മാർട്ട് ക്ലാസ് റൂം നടത്തുമ്പോൾ അവിടെ നിന്നും ഇത്തരത്തിൽ മോഷണം നടത്തിയ ഈ സംഘത്തിൽ കൂടുതൽ പേർ ഉണ്ടോ എന്നുള്ള ഒരു സംശയവും PTA അധികൃതർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. പോലീസ് അത്തരത്തിലുള്ള ഒരു പരിശോധനയും നടത്തുന്നുണ്ട്. അമൃത.